ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്ലിംഗ് ബാഗാണ് ചെയ്യുന്നത്. ഇപ്പം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് തുണിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് നീളം 16 ഇഞ്ചാണ്, 7 ഇഞ്ചാണ്, 7 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. അപ്പോൾ 16 ഇഞ്ച് നീളത്തിലും 7 ഇഞ്ച് വീതിയിലും ഒരു പീസ് തുണി എടുക്കുക. ഇപ്പം മിഡിൽ ഭാഗത്ത് ഞാൻ ഫോം ഷീറ്റാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ലൈനിങ്ങും ഉണ്ട്. മൂന്നും കൂടി ചേർത്ത് ഒന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നീളത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വിടുക. ഇപ്പോൾ 1.5 ഇഞ്ചോ 1 ഇഞ്ചോ ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കതിനെ ബാലൻസ് ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾക്ക് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾക്ക് സിബ് വയ്ക്കാനാണ്. ഇപ്പോൾ 2 ഇഞ്ചാണ്. 2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് സിബ് വയ്ക്കണം. സിബും ക്ലോത്തിൻ്റെ നല്ല വശത്തോട് ചേർത്ത് സിബിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ശേഷം ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കുക. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് 2 ഇഞ്ച് കട്ട് ചെയ്തതിൻ്റെ അതുകൂടി സിബിൻ്റെ അടുത്ത വശത്തോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ഇനി നമ്മൾക്ക് പോക്കറ്റിന്, ഇത് ലൈനിങ് അല്ല, കുറച്ച് കട്ടിയുള്ള നല്ല ടൈപ്പാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പോക്കറ്റിന് ഇത് സെയിം അളവിൻ്റെ ഹാഫ് എടുത്താൽ മതി. നമ്മൾ 16 ഇഞ്ച് നീളം 7 ഇഞ്ച് വീതിയായിരുന്നു. അതുകൊണ്ട് 8 ഇഞ്ച് നീളത്തിലും 7 ഇഞ്ച് വീതിയിലും എടുക്കുക. വീതി നമുക്ക് പിന്നെ കറക്റ്റ് അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. 4 സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പോക്കറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് സ്ട്രാപ്പിന് വേണ്ടിയിട്ട് 46 ആണ് ഇതിൻ്റെ നീളം, 1 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ 1.5 ഇഞ്ച് 2 ഇഞ്ച് എടുക്കുക, ഇല്ലെങ്കിൽ നല്ല കട്ടി കാണത്തില്ല. ഞാൻ 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ മടക്കി ഒന്ന് തയ്ക്കുക. ഇപ്പോൾ സ്ലിംഗ് ബാഗ് ആയതുകൊണ്ട് നമുക്ക് സ്ട്രാപ്പിന് നല്ല നീളം വേണം. ഇപ്പം ഞാൻ 46 ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മളത് വയ്ക്കുന്നത് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ട് വെക്കണം. കാരണം നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഇതിലൂടെ സ്റ്റിച്ച് വരാത്ത വിധത്തിൽ മാറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്ട്രാപ്പിൻ്റെ ഒരറ്റം മാത്രം നമ്മൾ മുകളിൽ വെച്ചു, മറ്റേത് നമ്മൾ ഓപ്പോസിറ്റ് കോർണറിലാണ്. അടുത്തത് നേരെ പിടിച്ച് തിരിഞ്ഞു പോകാതെ നേരെ പിടിച്ചിട്ട് വേണം സ്ട്രാപ്പ് അവിടെ ഇതുവരെ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് സൈഡിൽ നിന്ന് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുക്കാലൊക്കെ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ നമുക്കിത് അതിൻ്റെ ഉള്ളിലായി പോകരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മളത് മടക്കി വയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഒരിടത്ത് തന്നെ വരും. ഇനി നമ്മൾക്ക് ആ ഭാഗത്തുകൂടി നമ്മൾക്ക് സിബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ശേഷം ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ സ്ട്രാപ്പ് മുകളിലോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ. താഴോട്ട് വെച്ചാൽ നമ്മൾ ഇത് സ്റ്റിച്ച് ആയി പോവും. സ്ട്രാപ്പ് മുകളിലോട്ട് വെച്ചിട്ട് വേണം. അതുപോലെ ആ 2 ഭാഗവും. ഇപ്പം നമുക്ക് ഇനിയും സിബിൻ്റെ അടുത്ത വശത്ത് കൂടി വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ സൈഡ് കറക്റ്റായിട്ട് നോക്കണം, കറക്റ്റായിട്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇനി നമ്മൾക്ക് സിബ് ഓപ്പൺ ചെയ്തിട്ട്
നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പം സ്ട്രാപ്പ് മുകളിലോട്ട് വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് റണ്ണർ ഇടണം. ഇപ്പോൾ റണ്ണർ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഓപ്പൺ ആയതുകൊണ്ട് റണ്ണർ ഇട്ട് ഒരു പ്രാവശ്യം ഒന്ന് ലോക്ക് ചെയ്യുക. വീണ്ടും രണ്ടാമത് ഒന്നുകൂടി റണ്ണർ ഇടുക. വള്ളി അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് സൈഡിൽ നിന്ന് ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് വേണം സൈഡ് ജോയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് ജോയിൻറ്റ് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പൈപ്പിംഗ് കൊടുക്കാം. അതൊരു 3/4 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി വെച്ചതിന് ശേഷം വേണം രണ്ട് സൈഡും വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡും അതേപോലെ തന്നെ ചെയ്യുക. ഇപ്പോൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതുപോലെ മടക്കി അങ്ങ് തയ്ച്ചാൽ മതി. ആ മടക്ക് രണ്ട് വശത്തും ഉണ്ട്. അതേ രീതിക്ക് രണ്ട് ഡബിൾ ഫോൾഡ് ചെയ്തങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. അപ്പം നമ്മൾ പൈപ്പിങ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കതിനെ നല്ല വശത്തേക്കാക്കാം. അപ്പോൾ നമ്മുടെ ബാഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് സ്റ്റിച്ച് ചെയ്യാൻ. നമുക്ക് ആ വലിയ പോക്കറ്റുള്ളിടത്ത് നമുക്ക് ഫോൺ വയ്ക്കാം. ചെറിയ എടുത്ത് നമുക്ക് കാർഡോ പൈസയൊക്കെ വയ്ക്കാവുന്നതാണ്. നല്ല ഉപയോഗമാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് തുണിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അധിക സമയമൊന്നും വേണ്ട. നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. പുറത്ത് പോകുമ്പോഴില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്.